പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഇനിയിപ്പോൾ ചെന്നാൽ തന്നെ കാണാനും ആരുമില്ല. പിന്നെ എപ്പോൾ പോയാലെന്നാ, ബസ്സിനിയും വരുമല്ലോ. പോകരുത്, എൻ്റെ കൂടെ വരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. என்ன காம்பினேஷன், பீஃபும் பிராண்டியும் போல இருக்கு. ഇതാര്? മരിച്ച സുധാകരേട്ടന്റെ ചേട്ടന് വിജയൻ. ഏതോ ഒരു ഭരത്തനാ, കൂടുതലായൊന്നും അറിയില്ല. ഓ, അത് CP ആയിട്ടുള്ള പ്രശ്ന. ഞാനൊന്ന് ഇടപെട്ടു, കൂടെ ഉണ്ട്, കൊടുക്കാം. ഞാൻ വണ്ടി ഓടിക്കുക. മെമ്പറെ, ആരാ? കോഴിപ്പണിക്കര. ആ പറയടോ. ഓ, ഒന്നും പറയണ്ടെന്നെ പണിക്കരെ. ഇല്ലിക്കൽ ജോസിന്റെ കളി എന്നോട്. പഞ്ചായത്ത് വികസന ഫണ്ട് ഞാൻ കട്ടുമുടിച്ചു, മെമ്പർ CPയെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നാളെ മുതൽ അവന്റെ കാൽനടജാഥ പേര് ചതച്ചേക്കാൻ പറഞ്ഞു. ഇവൻ അതങ്ങ് വൃത്തിയായിട്ട് ചെയ്തു. നമ്മുടെ അടുത്താ കളി. കവലയിൽ അടിയുടെ പൊടിപൂരമല്ലായിരുന്നോ? ഇനി അവൻ നടന്നു പോവില്ല, പിന്നല്ലേ കാൽനടജാഥ. ഞങ്ങൾ ആ മണിയുടെ അടുത്ത് വരുന്ന് പോവുക. വൈകിട്ട് കാണാടോ. ഓക്കെ. വാ വാ, ഇന്ന് ഫുൾ ഡേ, ഫുള്ളിന്റെ ഡേ. എന്റെ ആദ്യ ഭാര്യയ്ക്ക് പുതിയ ഭർത്താവിനെ കിട്ടിയതിന്റെ ആഘോഷം. ഒഴിക്കട ഒരു 90. ഓ, അവളുടെ കൂടെ വന്നവനെ കണ്ടോ? കണ്ടില്ല, കാണാൻ സമയമായിട്ടില്ല. ഞാൻ കണ്ടു. ആളെങ്ങനെ? ഒറ്റയടി തീർത്തടിച്ചാൽ വീഴും, അത്രേ ഉള്ളൂ. വീഴും, പക്ഷെ അടിക്കുന്നവനായിരിക്കും. നീ ശരിക്കും കണ്ടു കാണില്ല അല്ലേ കിടാവേ? ശരിക്കങ്ങോട്ട് കണ്ടില്ല. എന്തായാലും അവള് നിന്റെ തല തൊഴിഞ്ഞല്ലോ, സമാധാനായി. ഓൾഡ് ഹസ്ബൻഡിനെ തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് അവൾ ഇവിടെയോ നമ്മുടെ കടത്തിണ്ണയിലോ സത്യാഗ്രഹം ഇരിക്കുമെന്നായിരുന്നു എന്റെ പേടി. ആ നിർമ്മലേ, ദൈവം നിന്റെ കൂടെയാ. അവൾ അവനെ പൊറപ്പിക്കുക, അവൻ അവളെ പൊറപ്പിക്കുക, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. നമ്മൾ ഹാപ്പി ലടാ ശിവ. ഏതായാലും എന്റെ വാർഡിൽ ഒരാൾ കൂടെ ആയി. അവൻ ആരാണെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നും അറിയണം. അത് ഞാൻ ഏറ്റു. ഇവള് ജയിലിലായപ്പോഴേ ലീല പാതി ചത്ത പോലായി. മണി നിർമ്മലയുടെ കൂടെ പൊറുതി തുടങ്ങിയ പിന്നെ അവൾ എണീറ്റിട്ടില്ല. ചത്ത നന്നായി. ഒന്നും അറിയണ്ടല്ലോ. മല്ലിയെ മരണം അറിയിക്കാൻ കണ്ണൂർ വന്നത് ഞാനാ. അന്നും മണിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഇവളും ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് തോന്നി. എടോ കേശവ. ഓ, എൻ്റെ ഭാര്യ, അല്ല ഭാര്യ ആയിരുന്നു, ഇപ്പൊ അവളെൻ്റെ ഭർത്താവാ. അവൾക്ക് വട്ടായി പോയി. മല്ലികേ, നിന്നെ വിമാനത്തിലെ വിടാമെന്ന് ഞാൻ പ്രത്യേകം മന്ത്രിയോട് പറഞ്ഞിരുന്നതാ. പറഞ്ഞത് ഭവാനിയല്ലേ, ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റുമോടോ? പറ്റത്തില്ല, പറ്റത്തില്ല. എവിടുന്നാ? വടക്കുന്ന. ഉണ്ണിയാർച്ചയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ, കഴിഞ്ഞ മാസത്തിലെ. വേല എടുക്കാതെ ഉടവാളം വീശി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ തന്നെയാണോ കെട്ടിയത്? അതെ, കുഞ്ഞിരാമൻ തന്നെ. ഗൾഫിലായിരുന്നു, ഇപ്പൊ രണ്ടുപേരും സൗദിയില. അവൻ അങ്ങനെ തന്നെ വേണം. അല്ല പിന്നെ എന്താടോ കേശവ കുന്തം വിഴിഞ്ഞണക്കിക്കുന്നത്? മീൻ വെട്ടാനുണ്ടെന്ന് അറിഞ്ഞൂടെ? ഇപ്പൊ വരാ. ചട്ടി കിടക്കുന്ന തിമിങ്ങലെ ഇപ്പൊ ചീഞ്ഞു പോവുമല്ലോ. ഒക്കെ എൻ്റെ കാലിൻ്റെ കുഴപ്പാ.
ഒരു ദിവസം അവൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാല് മുടക്കി ഒറ്റ തൊഴി. അവളുടെ കയ്യിലിരുന്ന കത്തിക്കൊണ്ട് എന്നെ കാലിട്ടൊരൊറ്റ വെട്ടും. അങ്ങനെ എൻ്റെ കാലിന് ചട്ടും. അവൾക്ക് തലയ്ക്ക് വട്ടുമായി പോയി. ഇപ്പോൾ അവൾ ഭർത്താവും ഞാൻ ഭാര്യയും. എന്താ പോരെ? ആ, എൻ്റെ മകളാ സുനന്ദ. ഭർത്താവ് ഗൾഫിലാ. അതിന്റെ സന്തോഷത്തിൽ എപ്പോഴും അവള്. ബാങ്കിൽ നിൽക്കുമ്പോഴാ ഫോൺ വന്നത്. മല്ലി കൂടെ ഒരാളും വന്നിട്ടുണ്ടെന്ന്. ഇതാ കൂടെ വന്ന ആള്. അതെ, ഞാൻ സുനന്ദയല്ലേ? എനിക്ക് മനസ്സിലായി. മല്ലിക എവിടെ? മല്ലി, എടി മല്ലി. അമ്മയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, അതോ മോക്കുണ്ടോ? കുറെ കാലം കൂടിയാ ഭവാനി അറിയണ്ട. ഏയ്, ഞാനായിട്ട് പറയുന്നു. അതെ, അകത്തിരുന്ന് കള്ളു കുടിക്കുക. ആ കേശവേട്ടനുണ്ട് കൂടെ. കേശവേട്ടൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഭാസ്കര, ഒരു കുപ്പി കള്ള്. ഓ, ഇവന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ളു കുടിച്ചാൽ പിന്നെ പ്രഷറിനും ഷുഗറിനും പ്രത്യേകിച്ച് ഗുളി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏട്ടാ, ഒരുമാതിരിപ്പെട്ട ഗുളിയെല്ലാം കൂടി അരച്ചു ചേർത്തിട്ടാണ് അവർ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. കേശവേട്ടോ എന്തോ അല്ലേ ആയല്ലോ. ശിവു, ഭരത്തന്മാർക്ക് ഇവിടെ വീടും കൂടിയൊക്കെ ആയി. ചേട്ടാ, ഓ, ചേട്ടൻ ഒരു ലിവർ വരട്ടെ പറയട്ടെ. പോരട്ടെ പോരട്ടെ. ചെട്ടിയാർ ശിവൻ ചെട്ടിയാർ ശിവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, സാംബശിവൻ സാംബശിവൻ എന്ന് കേട്ടു. ആരും ചിരിക്കണ്ട, ചിരിയൊക്കെ ഇപ്പൊ മായും. ഇതാണ് ശിവൻ, ചെട്ടിയാർ ശിവൻ. എന്താ നിന്റെ പേര്? സിൽവസ്റ്റർ സ്റ്റാലിൻ. കളിയാക്കിയതാ? ഭരത്തന്മാരെന്ന് ഇരുത്തി പൊറപ്പിച്ച ശീലം ഈ നാടിനില്ല. ആ ദുശീലമൊക്കെ താമസിയാതെ മാറും. വേണ്ട, കൂടുതൽ ഡയലോഗ് അടിച്ചാൽ കുപ്പി പൊട്ടും. പൊക്കോണം, നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന്. അതിന് നീ കുപ്പിങ് ഗ്ലാസ് ഒന്നും തല്ലിപ്പൊട്ടിക്കണ്ട. നാളെ നേരം എടുക്കുന്നവരെ കാത്തിരിക്കാൻ വേണ്ട. നേരെ പുറത്തോട്ട് വന്നാൽ മതി. നല്ല പൊട്ടീര് ഞാൻ വെച്ചേരാം. എന്നാ വാടാ പുറത്തോട്ട്. വരാടാ. വെറുതെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഒരു അടി ഉണ്ടാക്കാനുള്ള പ്രശ്നമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇവനെ പിടിച്ചോണ്ട് പുറത്തോട്ട് പോയി. എന്നെ ശരിക്കും അറിയില്ല അവന്. ഈ നാട് പെശക. ഞാൻ അതിലും പെശക. എന്നാ വാടാ. എന്റെ വക കേശവേട്ടാ, മല്ലികയുടെ കൂടെ വന്ന ആൾ ഒരു ആൺകുട്ടിയാന്ന് അറിഞ്ഞിട്ട് സന്തോഷത്തിനാ അങ്ങ് പിടിപ്പിച്ചേ. ഇത് നമ്മുടെ സ്വന്തം ആളാ. ചേട്ടാ, പുതിയ കുപ്പിയൊന്നും വേണ്ട. ഇപ്പൊ കുടിച്ചെന്റെ ബില്ലും കൊടുത്താൽ മതി. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ജേക്കബ്. മല്ലിക ഞങ്ങളുടെ സ്വന്തം കുട്ടിയാ. എന്റെ പേര് സാംസൻ. ഒരു കാര്യം ഒന്ന് പറയട്ടെ. ചെല്ലി ചെല്ലി. അച്ഛാ, ഈ മണിക്കുട്ടനും നിർമ്മലയും തമ്മിൽ ഒരുപാട് നാളായിട്ട് പ്രേമമായിരുന്നു. എന്ത് പ്രേമം, ഒക്കെ ഒരു കഥ പോലെയാ. നിർമ്മലയുടെ അച്ഛന്റെ കടയിൽ കണക്കപ്പിള്ളയായിട്ട് വന്നവനാണ് ആദ്യ ഭർത്താവ് സുധാകരൻ. അവളുടെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാ അവൾ അവനെ കെട്ടിയത്. അതിന്റെ ഒരു ഇഷ്ടക്കേട് അവൾക്ക് അന്നേ ഉണ്ടായിരുന്നു. പിന്നെ സുധാകരന്റെ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് അറിഞ്ഞതോടെ അതങ്ങ് കൂടി. ഇതെല്ലാം കണ്ടും കേട്ടിരുന്നവനാ മണി. പറ്റിയ സമയം മനസ്സിലായതോടെ അവൻ കയറി അങ്ങ് അടുത്തു. അവന്റെ ലക്ഷ്യം അവളുടെ കാശായിരുന്നു. അവൾക്ക് വേണ്ടതോ സ്വത്തിന്റെ അല്ല, അനന്തരാവകാശാൻ ഒരു കുഞ്ഞും. അവൻ മല്ലിക സുധാകരനെ കൊന്നത് മണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നാട്ടുകാർക്കൊന്നും അറിയത്തില്ല. പിന്നെ അതൊക്കെ ഈ നാട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. ഇവന് തന്നെ സൂക്കടാ.